ഗാരേജിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റിയും ഒന്ന് നമ്മൾക്ക് ചെക്ക് ചെയ്യാം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. XUV കുറച്ച് നാളായി നമ്മൾ XUV ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. 1.5 വർഷത്തോളമായി വണ്ടി നമ്മൾ കുറേ നാൾ നമ്മൾ ഗാരേജിൻ്റെ അകത്തിട്ടു. കസ്റ്റമർ കോൺടാക്റ്റ് ഉണ്ടായിരുന്നില്ല, മെയിൻ കാര്യം അതാണ്. കസ്റ്റമർ കോൺടാക്റ്റ് ഇല്ലാത്ത കാരണം ഗാരേജിൻ്റെ അകത്തിട്ടു. പക്ഷേ നമ്മൾക്കിപ്പോൾ വർക്ക് ലോഡ് കൂടിയ കാരണം നമ്മൾക്ക് വണ്ടി പുറത്തിറക്കി ഇടേണ്ടതായിട്ട് വന്നു. പക്ഷേ പുറത്തിറക്കി ഇട്ടപ്പോൾ ഇപ്പോൾ വണ്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരമാണ്. നമ്മൾ പുറത്തിറക്കി മാക്സിമം നമ്മൾ ഇടയ്ക്കൊക്കെ വണ്ടി ക്ലീൻ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷേ കുറച്ച് നാളായി നമ്മൾ ക്ലീനിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മഴക്കാലമാണ്. വണ്ടി നമ്മൾക്ക് ഇപ്പോൾ മാക്സിമം നമ്മൾ വന്നിരിക്കുന്ന വണ്ടി അകത്ത് കയറ്റിടുന്ന കാരണം നമ്മൾക്ക് ആ വണ്ടീനെ നമ്മുടെ അടുത്ത് ഗാരേജിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പറമ്പിൽ നമ്മൾക്ക് ഇടേണ്ടതായിട്ട് വന്നു. അപ്പോൾ ആ വണ്ടി ഇപ്പോൾ ഇത്തിരി പരിതാപകരമാണ്. അപ്പോൾ ആ വണ്ടി നമ്മൾക്ക് എടുത്ത് ക്ലീൻ ചെയ്ത് സ്റ്റാർട്ടിങ് കാര്യങ്ങളെല്ലാം ചെയ്തിടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർ വീണ്ടും കോൾ ചെയ്ത് വണ്ടി പിക്കപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കേണ്ടതായിട്ടുണ്ട്. കസ്റ്റമർ കൊണ്ടുപോകുന്നതാണ് എൻ്റെ ഒരു അറിവ്. ഇപ്പോൾ കസ്റ്റമർക്ക് ആ വണ്ടി ചെയ്ത് വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്കത് ചെയ്ത് വേണമെന്ന് പറയുമ്പോൾ അതും നമുക്ക് ഫൈനൽ ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ വണ്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും പുല്ലൊക്കെ പിടിച്ച് രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾക്ക് ആദ്യം ഗാരേജിലേക്ക് കയറ്റാം. അവസ്ഥ എന്ന് പറയുന്നത് കുറച്ച് പരിതാപകരമാണ്. ഈ രീതിയിലാണ് കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു അരുൺ ഭായ് 1.5 साल हो गया ना? 1.5 साल हो गया ना? उससे ज़्यादा हो गया? मार्च फरवरी में, हाँ फरवरी में आ गया था ये. फरवरी के बाद अभी हाँ करेक्ट है 1.5 साल. ഇവിടെ 1.5 വർഷത്തോളമായി നമ്മൾ ഈ വണ്ടി പെയിൻറ്റിങ് ചെയ്തിട്ടിട്ട്. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ ഗാരേജിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റിയും ഒന്ന് നമ്മൾക്ക് ചെക്ക് ചെയ്യാം എങ്ങനെയുണ്ട്. അതും കൂടിയുള്ളൊരു വീഡിയോ ആണ്. ഇത്ര നാളായിട്ട് ഈ കിടക്കണതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കേരളമാണ്. നമ്മളിവിടെയൊക്കെ വണ്ടി ഇടുന്നതാണ്. മഴ സമയമാകുമ്പോൾ പുല്ല് വരും. അത് നമ്മുടെ ആ ഒരു ഭൂമിയുടെ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾക്ക് നിങ്ങൾക്ക് ആ ഏരിയയിൽ നോക്കാം. അവിടെ നിന്ന് നമ്മൾക്ക് വണ്ടികൾ വർക്കിംഗ് പ്രോഗ്രസ്സിലുള്ള വണ്ടികൾ ഇടാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇവിടേക്ക് ഇറക്കിയിട്ടത്. ഇവിടേക്ക് ഇറക്കിയിടാന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യണ വണ്ടികളും ഇടയ്ക്ക് ഇറക്കിയിടാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നെഗറ്റീവ് വരും, എന്തുകൊണ്ട് വണ്ടി ചേട്ടൻ നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ടർപ്പായും കാര്യങ്ങളൊക്കെ ഇട്ടതാണ്. മഴ വന്നു, ടർപ്പായ പറന്നു പോയി. അങ്ങനെയൊക്കെ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഈ വണ്ടിയുടെ അവസ്ഥ മാതിരി തന്നെ അവിടെയും ഒരു ഇന്നോവ കിടക്കുന്നുണ്ട്. അതും ഞാൻ നിങ്ങളെ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ 1.5 വർഷത്തിൽ മേലെയാണെന്ന വർക്കർ പറയണത്. മേലെ വണ്ടി നോക്കാണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഗാരേജ് ഇത്രേ ഉള്ളൂ. അതിൻ്റെ അകത്ത് കിടന്നിരുന്നു. പിന്നെ നമ്മളുടെയും വർക്കുകൾ നടക്കണ്ടേ, ബാക്കി വർക്കുകൾ നടക്കണമെന്ന് ഞാൻ പുറത്തിറക്കിയിട്ടതാണ്. അപ്പോൾ പെയിൻറ്റിങ്ങിനൊന്നും ഇഷ്യൂ വരാൻ വഴിയില്ല. ഓക്കെ, നമുക്ക് കഴുകിയിട്ട് പെയിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റി നമ്മൾക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇവിടെ അടിക്കുന്ന പെയിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റിയും ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ ഈ വീഡിയോയിലൂടെ. ഇതാണ് ഈ വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. പാമ്പുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇത് ഫസ്റ്റ് ഇപ്പോൾ ചെയ്യേണ്ടത്, ഞങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇവിടുന്ന് വണ്ടി എടുക്കണം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് തന്നെ എടുക്കണേ. കാരണം വണ്ടി റണ്ണിങ് ആണ്, സ്റ്റാർട്ട് ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. മൊത്തത്തിലൊന്ന് വയറും കാര്യങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കയറ്റി ഇട്ടതിന് ശേഷം ഒന്ന് വാഷ് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ പാർട്സുകൾ സെപ്പറേറ്റ് ചെയ്ത് വാഷ് ചെയ്യണം. അതൊക്കെയാണ് പരിപാടി. അപ്പോൾ ആ പരിപാടിക്ക് പോകാം. അത് നമ്മൾക്ക് ഇതിനെ സ്റ്റാർട്ട് ചെയ്യാവുന്നു. आराम से सोचना मुश्किल है थोड़ा. एक मिनट, उड़ा ये से थोड़ा उड़ा. राइट है ना, पानी है. रुको 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 रुको.
ഓക്കെ. വണ്ടി സ്റ്റാർട്ടായി. അപ്പോൾ നമ്മളെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾക്ക് ഇത് അങ്ങോട്ട് കയറ്റാം. ഇവിടെ നീക്കിടാം. കുർസിയിലേക്കാണ്. കുർസി ബാബു ബൈക്ക്. സംഭവം ഇങ്ങനെ ഇട്ടുന്നത് നമ്മൾക്കും വിഷമമാണ്, പക്ഷേ നമ്മളുടെ സൗകര്യങ്ങളും നോക്കണമല്ലോ. വർക്ക് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വണ്ടി കസ്റ്റമർ ഇപ്പോൾ ഏത് വർക്ക്ഷോപ്പ് ആയാലും, നമ്മുടെ വർക്ക്ഷോപ്പ് നല്ല ഷോറൂം ആയാൽ പോലും നമ്മൾ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഒതുക്കിയിടും. അപ്പോൾ അതേപോലെ തന്നെ ഈ വണ്ടി ഒതുക്കിയിട്ടു. അതേപോലെ വേറെ 2 ഇന്നോവ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. ഒരു ഇന്നോവ ഒക്കെ ആയിട്ടുണ്ട്. ഒരു ഇന്നോവ ഇനിയിപ്പോൾ എടുക്കാൻ സെറ്റ് ചെയ്യാം. വേറൊരു ഇന്നോവ അങ്ങനെ കിടക്കുക, റിറ്റ്സ് അങ്ങനെ കിടക്കുന്നുണ്ട്. വിഷമമാണ് സംഭവം. വണ്ടി ഇഷ്ടപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് എനിക്കും വിഷമമാണ്. പക്ഷെ നമുക്കിത് ഇനി ഫിനിഷ് ചെയ്ത് ഫൈനൽ ചെയ്ത് ഡെലിവറി ചെയ്യുമ്പോൾ അതിൻ്റെ സന്തോഷം വേറെയാണ്. അപ്പോൾ ആ പരിപാടിക്ക് പോവാം നമുക്ക്. ഈ വീഡിയോയിൽ ഫിനിഷ് ചെയ്യണത് ഉണ്ടാവില്ല. ഫിനിഷ് ചെയ്യുന്ന വീഡിയോ ഞാൻ വ്ളോഗിൽ ഉൾപ്പെടുത്തി പിന്നീട് വരത്താട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാം. നമ്മൾക്ക് ഇതിൻ്റെ ബോണറ്റ് കണ്ടില്ലേ, ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ ഈ ബോണറ്റ് മാത്രം ഞാനിപ്പോൾ ക്ലീൻ ചെയ്ത് കാണിക്കാം. ബാക്കി പണിക്കാരെ കൊണ്ട് ചെയ്യിക്കാം. ഇത് ക്ലീൻ ചെയ്തിട്ട് നമ്മളിപ്പോൾ ഏകദേശം 1.5 വർഷത്തോളമായി വണ്ടി പെയിൻറ്റ് ചെയ്തിട്ട്. അപ്പോൾ അതെന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മുടെ അടുത്ത് പെയിൻറ്റിൻ്റെ ക്വാളിറ്റി ഏകദേശം മനസ്സിലാവും. ഇത് ക്ലീൻ ആയില്ലെങ്കിലും മനസ്സിലാവും. ഓക്കെ, എത്രത്തോളം പൂപ്പിലായി പിടിച്ചിട്ടുണ്ട്, എത്ര നാൾ ഈർപ്പം പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് നോക്കാം.
ആദ്യം ചെയ്ത കാര്യങ്ങൾ വാഷിംഗ് ലിക്വിഡ് ഇട്ടിട്ടൊന്ന് വാഷ് ചെയ്ത് ക്ലിയർ ചെയ്തെടുത്തു. അതിനുശേഷം മാക്സിമം വാഷ് ചെയ്തെടുക്കാനുള്ളത് വാഷ് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ 2000 ml 2000 ml യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമ്മൾക്കിത് ബഫ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരു കമൻറ്റ് ഉണ്ടാവും, നേരെ ഡയറക്റ്റ് കൊണ്ടുപോയി വാഷിങ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്താൽ പോലെ എന്നുള്ള കമൻറ്റ്സ് ഉണ്ടാവും. പക്ഷേ ഡയറക്റ്റ് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൂപ്പലായി അടിച്ച് കളയാൻ അവർ ഓട്ടോമാറ്റിക് കാരം യൂസ് ചെയ്യും. കാരം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളടിച്ച പെയിൻറ്റിൻ്റെ ലൈഫ് നഷ്ടപ്പെടാം. അത് കാരണമാണ് ഞാനിപ്പോൾ ഇത്രയും ഇങ്ങനെ ഇത് ഫുള്ളും ഉണ്ടോ ആള് ചെയ്യുന്നുണ്ട്. ഇത് ഫുള്ള് ഈ ഒരു രീതിയിൽ കട്ടിങ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വാഷിങ്ങിന് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബോണറ്റ് ഞാൻ ബഫ് ചെയ്ത് കാണിച്ചു തരാം. അല്ലേ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ 2000 ml യൂസ് ചെയ്ത് കട്ടിങ് ചെയ്തതിന് ശേഷം അടുത്ത് ചെയ്യാൻ പോകുന്നത് നോട്ടൺ റബ്ബിംഗ് ആണ്. ഈ റബ്ബിങ് യൂസ് ചെയ്തിട്ട് ബഫ് ചെയ്തിട്ട് ഉള്ള അഴുക്ക് മൊത്തം ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് കളഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഈ സർഫേസ് ഇപ്പോൾ മാറ്റ് ഫിനിഷിങ്ങിലാണ് കിടക്കുന്നത്, അത് ബഫ് ചെയ്ത് ഗ്ലോസി ഫിനിഷിങ്ങിലേക്ക് ആയിട്ട് മാറണം. നമ്മൾ അതിൽ പാഡ് യൂസ് ചെയ്യുന്നത് ക്ലോത്ത് പാഡാണ് കേട്ടോ. ക്ലോത്ത് പാഡ് അത്ര ഹാർഡായിട്ടുള്ളത് ക്ലോത്ത് പാഡാണ് യൂസ് ചെയ്യണം. ക്ലോത്ത് പാഡിന് ഓട്ടോമാറ്റിട്ട് അടിക്കാൻ പോകുന്നു കേട്ടോ. നമ്മളുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ ലുക്ക് നിങ്ങൾക്കൊന്ന് കാണാം. ഞാൻ നിങ്ങൾക്ക് ഇതുമ്പോൾ പേളായിട്ട് അടിച്ചിരിക്കുന്നത് പേള കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഫൈനൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ ബോണറ്റ് എന്തായാലും ഫൈനലാക്കും, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് വണ്ടി കൊണ്ടുവന്നപ്പോൾ എങ്ങനെയായിരുന്നു ഇപ്പം എങ്ങനെയായിരുന്നു എന്നാൽ വ്യത്യാസം മനസ്സിലാവും. നിങ്ങൾക്ക് ഉള്ളിലെ പേകളൊക്കെ കാണാനായിട്ട് സാധിക്കും. അതേപോലെ അതെ ഗ്ലേസിങ് ക്യാപ്സി ക്ലിയറിൻ്റെ ഗ്ലേസിങ് വീണ്ടും നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഗ്ലേസിങ് കാണിക്കാൻ അത്ര ബുദ്ധിമുട്ടാണ്ടോ. ഗ്ലേസിങ് വീണ്ടും കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒന്നുകൂടി ഒന്ന് റബ്ബ് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, നമുക്ക് പേകൾ ഒന്നുകൂടി കാണിച്ചു തരാം. വേണ്ട ഇപ്പോൾ ഏകദേശം 1.5 വർഷത്തോളമായി മഴയും വെയിലും പിന്നെ അതിൻ്റെ മേലെ കൂടെ ഇലകളൊക്കെ വീണ് കിടക്കുന്നത്. അപ്പോൾ ആ വണ്ടിയാണ് ആ വണ്ടിയുടെ ബോണറ്റാണ് നമ്മളിത് ഒരു കണ്ടീഷനാക്കി ചേഞ്ച് ചെയ്തത്. അപ്പോൾ നമ്മളുടെ പെയിൻറ്റിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ പെയിൻറ്റിങ് നമ്മുടെ അത്ര പെട്ടെന്ന് പോകുന്ന പെയിൻറ്റിങ് അല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മുടെ ഗാരേജിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. इसने किया है इसने अदायद इवना ചെയ്തത് ട്ടോ നമ്മുടെ ഈ ഒരു വണ്ടി പെയിന്റിംഗ്. ये हमने ऐसा पेंट किया है. हमारे यहाँ का इतना बेहतरीन पेंट होता है. 1 year 6 month तक ये कचरा में था. कचरा के बाद हमने कटिंग पॉलिशिंग किया. जेन्युइन की तरह ये पेंट है. कोई कह नहीं सकता कि इतना पुराना पेंट है. आप देख सकते हैं इतना ग्लोसी है, बिल्कुल जेन्युइन है. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആവാത്തവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഈ വണ്ടി പെയിൻറ്റിങ് ചെയ്തത്. ഈ പെയിൻറ്റ് ചെയ്തിട്ട് ഏകദേശം 1 വർഷത്തോളം 1.5 വർഷത്തോളം കഴിഞ്ഞു. 1.5 വർഷത്തോളം പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വണ്ടി അവിടെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയും നാളെ ഇതുമ്പോൾ ഇല വീണിട്ട് നിങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് വരുമ്പോൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കാം. അപ്പോൾ അതൊക്കെ വീണിട്ടും ഞാൻ അടിച്ച പെയിൻറ്റ്, അതായത് ഇവൻ്റെ ആ ഒരു പെയിൻറ്റിൻ്റെ അടിക്കിൻ്റെ ഗുണവും അതേപോലെ തന്നെ ഈ പെയിൻറ്റിൻ്റെ ക്വാളിറ്റിയും നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമെന്നാണ് അവൻ പറയുന്നത് കേട്ടോ. അതേപോലെ ഇത് ഫൈനൽ ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ വേറെ കാണിച്ചു തരാം. നമ്മൾക്കിപ്പോൾ ജസ്റ്റ് കയറ്റിയിട്ട് അപ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ വാഷ് ചെയ്തുകൊണ്ടിരിക്കുക, മൊത്തത്തിൽ വണ്ടി വാഷ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ബോണറ്റ് നമ്മളിപ്പോൾ പോളിഷിങ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വേറെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വഴിയേ കാണിച്ചു തരാം.
ഗാരേജിൻ്റെ വീഡിയോസ് വ്ളോഗ് ഞാൻ വേറെ ഇനി ചെയ്യാൻ ഇപ്പോൾ ലെങ്ത് വീഡിയോ ആയി. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാം. തുടർന്നും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.